പറയുക എന്നത്. അപ്പൊ നമ്മളൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് നമുക്കൊരു ഊഹമുണ്ട് അല്ലെ, നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ നിലപാടുകളായിരിക്കാം. അത് നമ്മൾ മറ്റുള്ളവരോട് പറയും, അയാൾ അങ്ങനെയാണ് അല്ലെ, അയാൾ ഇങ്ങനെയാണ്. അപ്പൊ അത് കാരണം ചില ആളുകളുടെ പെരുമാറ്റങ്ങളും ഇടപാടുകളുമെല്ലാം ആ ഒരു നമ്മുടെ പറഞ്ഞതിനനുസരിച്ച്, നമ്മളുടെ ഊഹത്തിനനുസരിച്ച്, നമ്മൾ ഊഹിച്ച് പറഞ്ഞതിനനുസരിച്ചായിരിക്കും പലപ്പോഴും വരും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ട ശരിയായ ചില ഊഹങ്ങളുണ്ട്. ഒരു മനുഷ്യന് വാജിബായി നിർബന്ധമായി ഊഹിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ചില നിലപാടുകൾ, ഊഹങ്ങളുണ്ട് മതപരമായി. അതിൽ നിർബന്ധമായിട്ടുള്ള നമ്മുടെ ഊഹം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു നല്ല ഊഹമാണ്. ഹുസ്നുൽ ളന്ന് ബില്ലാഹ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹുസ്നൽ ളന്ന് ബില്ലാഹ് ഇന്ന ഹുസ്നൽ ളന്ന് ബില്ലാഹി മിൻ ഹുസ്നി ഇബാദത്തില്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനുള്ള ഏറ്റവും നല്ല ഇബാദത്തുകളിൽ പെട്ടതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല വിചാരം എന്നുള്ളത്. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണ കാണിക്കും, അള്ളാഹു എന്റെ പാപങ്ങൾ പൊറുക്കും, അള്ളാഹു എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കും എന്ന ഒരു നല്ല വിചാരം അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വേണം. അള്ളാഹു ഒരിക്കലും എന്നോട് പൊറുക്കുകയില്ല, അള്ളാഹു എന്നെ എന്തായാലും ശിക്ഷിക്കും എന്ന രൂപത്തിലുള്ളൊരു പൂർണ്ണമായും ഒരു നെഗറ്റീവായിട്ടുള്ള വിചാരം അള്ളാഹുവിനെ കുറിച്ച് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാം, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജല്ല. നിങ്ങളിൽ ഒരാളും അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു വിചാരത്തിലായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. മരണം ഉറപ്പായി മരണശയ്യയിൽ കിടക്കുമ്പോൾ, ക്യാൻസറൊക്കെ വന്ന് ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വളരെ നിരാശനായിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചൊരു പ്രതീക്ഷയുമില്ലാത്ത രൂപത്തിലല്ല ഒരു വിശ്വാസി തന്റെ അവസാന നാളുകൾ ചെലവഴിക്കേണ്ടത്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചൊക്കെ അങ്ങേയറ്റത്തെ വിഷമത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെയും അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്തിനെയും കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല വിചാരമുള്ളവനായിക്കൊണ്ടാണ് നമ്മൾ മരിച്ചു പോകേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു വീണ്ടും പറയണം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അന ഇൻദ ളന്നി അബ്ദി ബി. അല്ലാഹു പറയണം, എൻ്റെ ദാസൻ എന്നെപ്പറ്റി എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ പറ്റി പോസിറ്റീവായിട്ട് വിചാരിച്ചാൽ അള്ളാഹു നമ്മളോട് പോസിറ്റീവായിരിക്കും. അപ്പൊ അത് നമുക്ക് നിർബന്ധമായിട്ടുണ്ടാകേണ്ടതാണ്. മക്കൾ നഷ്ടപ്പെട്ടുമ്പോഴും നമുക്ക് കാണാം, സൂറത്തു യൂസുഫ് നഷ്ടപ്പെട്ട സമയത്ത്, യാക്കൂബ് നബി, യൂസുഫും ബിന്യാമീനൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് ഫസബ്റുൻ ജമീലുൻ അസല്ലാഹു അൻ യഅതിയനി ബിഹി ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. ആലോചിക്കി, രണ്ട് മക്കളും നഷ്ടപ്പെട്ടു. അങ്ങേയറ്റം വാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്ന ഇളയ 2 മക്കളും നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ യാക്കൂബ് നബി പറയാണ്, ഫസബ്റുൻ ജമീലുൻ, ഏറ്റവും ഭംഗിയുള്ള ക്ഷമയാണ്. എനിക്ക് എൻ്റെ റബ്ബ് തിരിച്ചു കൊണ്ടുവന്നിരും, മുഴുവൻ തരുമെന്നാണ്. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അതിനൊക്കെ അള്ളാഹ്ക്ക് ഒരു ലോജിക് ഉണ്ട്. അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, അള്ളാഹു അലാം അറിയുന്നവനാണ്, അലീമാണ്.
എന്നാണ് അവിടെ യാക്കൂബ് നബി പ്രതികരിക്കുന്നത്. അതൊക്കെ നമ്മൾ അള്ളാഹു അറിയിച്ചു തരണം. അപ്പോൾ ഒരു പ്രതിസന്ധികളിൽ മക്കൾ നഷ്ടപ്പെടുക, മക്കളെ കാണാനില്ലാണ്ടാകുക, അങ്ങനത്തെ ഏറ്റവും കടുത്ത പരീക്ഷണം അത് വന്ന സന്ദർഭങ്ങളിൽ ഒരു പ്രവാചകൻ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഒരു നല്ല വിചാരം വെച്ചു പുലർത്തിയത് എന്ന് നമുക്കവിടെ അള്ളാഹു പഠിപ്പിച്ചു തരാം. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറയാണ്, സത്യവിശ്വാസി തന്റെ റബ്ബിനോട് സൽവിചാരം വെച്ച് പുലർത്തുന്നവനായതുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളും നന്നാക്കിയവനാണ്. കപടവിശ്വാസി മോശമായ വിചാരം വെച്ച് പുലർത്തുന്നത് കൊണ്ട് അവൻ തന്റെ പ്രവർത്തനങ്ങളും മോശമാക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക എന്ന് പറഞ്ഞാല് മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയണ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ലോകത്തിന്റെ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ മരണവുമായി മല്ലിട്ട് കിടക്കുന്ന ഒരു യുവാവിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ ചെല്ലുക. കൈഫ തജിദുക, എങ്ങനെയുണ്ട്? നമ്മൾ ചോദിക്കൂല എങ്ങനെയുണ്ട് ഇപ്പോ? ഖാല വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ് വ ഇന്നി അഖാഫു ദുനൂബി. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്, എന്റെ പാപങ്ങളെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്ത് ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫു. അതാണ് ഏറ്റവും ശരിയായ നിലപാട്. അല്ലാഹു റസൂൽ അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അയാൾ പറയണം എങ്ങനെയുണ്ട്. ഏറ്റവും അവസാനത്തെ ഭയങ്കരമായ വേദനയിൽ മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കണം. ആ സന്ദർഭത്തിൽ അല്ലാഹു റസൂൽ ചോദിക്കണം എങ്ങനെയുണ്ട് ഇപ്പോ? അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് അല്ലാഹുവിൽ നല്ല പ്രതീക്ഷയുണ്ട്, എന്നാൽ ഞാൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട്. അപ്പൊ അല്ലാഹു റസൂൽ അവിടെ പഠിപ്പിക്കുന്നതാണ്, ഒരു അടിമയുടെ ഹൃദയത്തില് ഈ ഇത്തരത്തിലുള്ള സന്ദർഭത്തില് ഈ ഒരു ഭയവും പ്രതീക്ഷയും ഒന്നിച്ചു വന്നാൽ അയാൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അല്ലാഹു അയാൾക്ക് നൽകാതിരിക്കുകയില്ല എന്നാണ്. അയാൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അല്ലാഹു അയാൾക്ക് നിർഭയത്വം നൽകുമെന്ന്. അപ്പൊ അതാണ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കേണ്ട ചില നിലപാടുകളുണ്ട്, ചില ബോധങ്ങളുണ്ട്, ചില ഊഹങ്ങളുണ്ട് അല്ലാഹുവിനെ കുറിച്ച്. അത് പോസിറ്റീവായിരിക്കണം. എന്നാൽ നിഷിദ്ധമായ ചില ഊഹങ്ങളുണ്ട്, അല്ലെ? നിങ്ങൾ ഊഹത്തെ നിങ്ങളും സൂക്ഷിക്കണം. ഇയ്യാകും വല്ലൻ ഫഇന്നൽ വന്ന അക്ദബുൽ ഹദീസ്. ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നിശ്ചയമായും ഊഹം അത് വർത്തമാനങ്ങളിൽ ഏറ്റവും വ്യാജം നിറഞ്ഞതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ താക്കീത് നൽകിയ ഊഹുണ്ട്. ഒരാളെ പറ്റി നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാന്നുള്ളത്. നമ്മളൊരാളോട് പറയുമ്പോൾ നോക്കി നമ്മൾ അയാളെ പറ്റി ഉണ്ടാക്കിയ ഒരു നെഗറ്റീവ് ഒരു ഊഹം അത് മറ്റൊരാളുമായി പങ്കുവെക്കും. അയാളും അതേ ഊഹം നമ്മൾ പറഞ്ഞു എന്നത് കൊണ്ട് മൂപ്പരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയാണ് എന്ന് ചില ആൾക്കാർ നമ്മളെ വർത്താനങ്ങളെ ചില ആൾക്കാർ അങ്ങനെയാണ് കാണുക. നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ അംഗീകരിക്കുന്നത് വലിയ കാഴ്ചപ്പാടായിട്ട് സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളൊരാളെ പറ്റി നെഗറ്റീവ് പറയുമ്പോൾ അത് ഏറ്റുപിടിച്ച് ആ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു പങ്ക് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഒരാളെ കുറിച്ച് മോശമായിട്ട് നമ്മൾ ചിന്തിക്കരുത്. ആയിഷ റളിയല്ലാഹുവിന്റെയും സഫ്വാൻ റളിയല്ലാഹുവിന്റെയും ചേർത്ത് വിചാരാരോപണം ഉണ്ടായ സന്ദർഭത്തിൽ അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞ ഖുർആൻ ആയത്തുണ്ട് സൂറത്തു നൂറിൽ, ലൗലാ ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. അത് കേട്ട സന്ദർഭത്തിൽ സത്യവിശ്വാസികളെ കുറിച്ച്, സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചുകൂടാ? ഒരാള് നെഗറ്റീവ് അല്ലെങ്കിൽ മോശമായ ഒരു കാര്യം ഒരാളെ പറ്റി പറയുമ്പോൾ അത് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അയാളെ പറ്റി നല്ലത് വിചാരിച്ചുകൂടാന്നാണ്. തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തണം. നമ്മളെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. അങ്ങനെ ആളുകൾ നമ്മളെ പറ്റി തെറ്റായ ഒരു ഊഹം രൂപപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. പടച്ചോൻ അറിയില്ലോ, പടച്ചോന്റെ കോടതിയിൽ പ്രശ്നമില്ല എന്നത് മാത്രമല്ല, നാട്ടുകാരുടെ കോടതിയിൽ പടപ്പാളെ നമ്മൾ പേടിച്ചോ.
പടച്ചോനെ മാത്രം പഠിച്ചാൽ പോലെ. പടപ്പളി ചില വിഷയത്തിൽ നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മളത് ക്ലിയറൈസ് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കാരണം സഫിയ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കണം, വിശ്വാസികളുടെ മാതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നബിനെ കാണാൻ വേണ്ടി പള്ളിക്കൊക്കെ ചെന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇരുട്ടായ സന്ദർഭമാണ്. അപ്പൊ ഞാനിങ്ങനെ മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അന്നങ്ങോട്ട് ആക്കി തരാൻ വേണ്ടി ഒന്ന് എന്നെ അനുഗമിച്ചു. അപ്പോൾ അൻസാരികളിൽപ്പെട്ട 2 ആളുകൾ നടന്നു വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു ഈ കുറച്ചൊരു ഇരുട്ടാണ്, ആരാന്ന് മനസ്സിലാവില്ല, അടുത്തെത്തിയാലേ കുറച്ച് ക്ലിയർ ഉണ്ടാവുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഒരു മുണ്ടാണ്ട് സ്പീഡിൽ നടന്നുപോയി. ഇപ്പൊ നബിയും ഒരു സ്ത്രീയും നടന്നു പോകുന്നു. ഇനിയിപ്പോ എന്താന്ന് ചോദിക്കാനാവില്ല, കാണാനാവില്ല, ഒരു സ്പീഡ് കൂട്ടി നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ മെല്ലെ നടക്കി, എന്നിട്ട് കൊണ്ടുപോയിട്ട് ഇതിന്റെ ഭാര്യ സഫിയാണെന്ന് പറഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും അത്ഭുതത്തോട് ചോദിക്കാണ്, അല്ലാഹു പരിശുദ്ധനാണ്, ഞങ്ങൾ താങ്കളെ കുറിച്ച് മോശമായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല നബികളെ, നിങ്ങൾ എന്താ നബി എങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ നബിന്റെ ഒരു മറുപടി ഉണ്ട്, നിശ്ചയം പിശാച് മനുഷ്യന് രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ എന്തെയും സഞ്ചരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സുകൾ എന്തെയും ചില വിപത്തുകളും അവൻ ഇട്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തോന്നും, അപ്പൊ തോന്നിയിട്ടില്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു ബോധം, നല്ല ഒരു വിചാരം, ഹുസ്നുൽ ളന്ന് ബില്ലാഹ്, അത് വിശ്വാസിയുടെ വലിയൊരു ക്വാളിറ്റിയാണ്. അല്ലാഹുവിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയാമെന്നുള്ളത്. അതിന്റെ അർത്ഥം തികച്ചും നിർഭയനായി എല്ലാ തോന്നിവാസങ്ങളൊക്കെ പ്രവർത്തിച്ച് അതൊക്കെ അല്ലാഹു പുറത്തു തരുമെന്നുള്ള മുനാഫിക്കിന്റെ വിചാരമല്ല. ഒരേ സമയത്ത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും അല്ലാഹുവിന്റെ ശിക്ഷയെപ്പറ്റി പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹുവിന്റെ രക്ഷയിൽ പ്രതീക്ഷയർപ്പിക്കാനും സംഭവിച്ച പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമെന്ന് അങ്ങേയറ്റത്തെ ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങി നിലപാട് നന്നാക്കി തീർത്താൽ അതൊക്കെ പടച്ചോൻ പുറത്തു തരുമെന്നുള്ള പോസിറ്റീവ് വിചാരം. അല്ലാതെ ഒന്നും ചെയ്യാതെ ഒക്കെ പടച്ചോൻ പുറത്തു തരുമെന്നുള്ള ജൂതന്മാരുടെ കാഴ്ചപ്പാടല്ല ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനം തൗഹീദ് തന്നെയാണ്. അത് നമ്മൾ അടിവരട്ട് ഒരാൾ വ്യഭിചരിച്ചു വിചാരിച്ചോളി, ഒരാൾ വളരെ മോശമായ തെറ്റുകൾ ചെയ്തു വിചാരിച്ചോളി, ഒരു പക്ഷേ പടച്ചോൻ അതൊക്കെ പുറത്തു തരും, പറയാൻ പറ്റൂല. ഷിർക്കല്ലാത്തതൊക്കെ പുറത്തു തരും, ഷിർക്ക് അവൻ പുറത്തു തരില്ല. ഷിർക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കൂല. അത് ആത്മാർത്ഥമായി തൗബ ചെയ്ത് തൗഹീദിലേക്ക് മടങ്ങിയാലല്ലാതെ. അപ്പൊ അതുകൊണ്ട് തൗഹീദ് എന്നുള്ളത് വളരെ ഗൗരവമാണ്. ജാറത്തിൽ പോയിട്ട് അവിടുന്ന് കിട്ടണ, അല്ലെങ്കിൽ അവിടെ എന്തോ അവിടെ കിടക്കണ മരിച്ചു പോയാൽ എന്തോ ഒരു കഴിവുണ്ട്, അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരും, നമ്മളെ ബാധിച്ച എന്തോ ഒരു പ്രയാസം അയാൾ മാറ്റിത്തരും. നമ്മളൊരു പുതിയ വണ്ടി പോകുമ്പോൾ അവിടെ പോയി നമ്പർ ഇടാനോ, അവിടെ നമ്പർ പ്ലേറ്റ് പച്ച പുറപ്പിക്കാനോ, അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും നെയ്യ് കിട്ടുമെന്നോ, അവിടുന്ന് എന്തെങ്കിലും ഒരു ബറക്കത്ത് കിട്ടുമെന്ന് അല്ലാഹുവിന് തരാൻ കഴിയാത്ത ഒരു ബറക്കത്ത് എങ്ങനെ സഹോദരങ്ങളെ വേറെ അല്ലാഹു അല്ലാത്തൊരാൾക്ക് തരാൻ കഴിയും? ആ ഒരു രൂപത്തില് തികച്ചും നമ്മൾ ഒരു ശിർക്ക്പരമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളാണെങ്കിൽ വളരെ ഗൗരവമാണ്. നമ്മൾ എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, നമ്മളെത്ര കെലിമ, നമ്മളെത്ര ദിക്ർ ചെല്ലിട്ടും കാര്യമില്ല, എത്ര സ്വതക്ക കൊടുത്തിട്ടും കാര്യമില്ല സഹോദരങ്ങളെ, നമ്മൾ നരകത്തിൽ പതിക്കും. കാലാകാലം നരകത്തിൽ അല്ലാഹു ഒരിക്കലും പുറത്തില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് അറിയാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും ഇന്നും ജീവിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നടന്ന ഈ മമ്പറ ജാറത്തിന്റെ മുന്നോടൊക്കെ പോകുമ്പോൾ ഒരു ആത്മാർത്ഥ തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ അതിന്റെ മുന്നൂടെ പോരാൻ കഴിയും. അത്രയും ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകൾ ഈ ശുർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുക, നമ്മുടെ ഇടയിൽ നമുക്ക് ചുറ്റും ജീവിക്കണം. അപ്പൊ അതുകൊണ്ട് അത് കിട്ടുന്ന സന്ദർഭങ്ങളിൽ, അവസരങ്ങളിൽ ആ തൗഹീദ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ പിന്തുടരുക എന്നതുകൊണ്ട് നമ്മൾ ഒരു മുസ്ലിമാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് പ്രഖ്യാപിക്കണം സഹോദരങ്ങളെ.
അത് മനസ്സിൽ വെച്ചാൽ പോലെ അത് പറയേണ്ടടുത്ത് പറയണം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു കൃത്യമായിട്ട് തൗഹീദ് പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും അതിലുള്ള പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഴ ശക്തമായി വരും. മഴ എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ മഴ ശിക്ഷയുടെ രൂപത്തിലും മുൻകാലത്തെ സമൂഹങ്ങൾക്ക് അയക്കപ്പെട്ടിട്ടുണ്ട്. മേഘം കറുത്തിരണ്ട കാർമേഘങ്ങൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം നബിയുടെ മുഖം പേടിപ്പെടുന്ന രൂപത്തിൽ പേടിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് മഴ വർഷിക്കുമ്പോൾ, നല്ലൊരു മഴ കിട്ടുമ്പോൾ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഒരു ഉപകാരപ്രദമായ മഴ നീ നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല ഇങ്ങനെ മഴ തോർന്ന് നിൽക്കുകയാണെങ്കിൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഔദാര്യവും കൊണ്ട് നമുക്ക് മഴ ലഭിച്ചു എന്ന് അള്ളാഹുവിലേക്ക് അനുഗ്രഹത്തെ ചേർത്ത് പറയുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. വെറുതെ താമയലെ എത്ര നമ്മൾ ദിവസം പറഞ്ഞ താമയലെ ഫോൺ ചെയ്താലും പറയും, കണ്ടാലും പറയും, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഗ്രൂപ്പിലും എല്ലാം യഥാമയലെ ഭയങ്കരമായ വെള്ളപ്പൊക്കം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വാക്ക്, അത് പിശാച് നമ്മളെ മറപ്പിച്ചു. അതിങ്ങനെ പറയണം, അത് പറഞ്ഞ് ശീലിക്കണം സഹോദരങ്ങളെ. മഴ ശക്തമാകുകയാണ്, പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ്. വെള്ളപ്പൊക്കം വരും, വെള്ളം മൂടുന്നു തോന്നുകയാണെങ്കിൽ ആ രൂപത്തിൽ പെയ്യാണെങ്കിലും അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ അൽനാകാമി വദ്ദിറാബ് വബുതൂനി ലൗദിയ വമനാബിതി ശജർ. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്നെങ്കിലും പറയാൻ നമ്മൾ ശ്രമിക്കുക. ആ ഒരു രൂപത്തിൽ അള്ളാഹു ഈ മഴ ഞങ്ങളെ മേത്തുനിന്ന് മാറ്റി അപ്പുറപ്പുറാവും അല്ലേ, നമ്മളെ മേത്തുനിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ അപ്പുറപ്പുറവും വലിയ കുഴപ്പമില്ലാത്ത കുന്നുമക്കോ പെയ്തോട്ടെ എന്നുള്ള രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മഴ ഒരേ സമയത്ത് അനുഗ്രഹമാണ്, പരീക്ഷണമാണ്. അതിൻ്റെ അനുഗ്രഹത്തെ ചോദിക്കുകയും അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്യാം. കാരണം ഇതൊക്കെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. ഓരോ പ്രയാസം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതെന്തും ഏത് സാഹചര്യത്തിനും പറ്റിയ ഒരു മരുന്നാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഒരു പ്രയാസം ഉണ്ടായി, ഒരു എന്ത് തരത്തിലുള്ള പ്രയാസം, വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങളാണെങ്കിലും അതിലൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ച് മടങ്ങി ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അള്ളാഹു അതിന് തുറവി തരും എന്നുള്ളത് ഖുർആനിന്റെ സമീപനമാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്, പ്രവാചകന്മാരുടെ മുൻ സലഫുകളുടെ ചര്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹു ദീന് കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക്